വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സീരീസിലേക്ക്, നമ്മുടെ കറണ്ട് അഫേഴ്സ് സെക്ഷനിലേക്കായി എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും നിങ്ങളുടെ എനർജിയാണ്, വളരെ ഉഷാറാണ്, ആക്റ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ ദിവസവും നിങ്ങളുടെ കളറായിട്ട് മാറട്ടെ, സന്തോഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. സോ ഇന്ന് എനിക്ക് നിങ്ങളോട് രാവിലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്, വീണ് പോയേക്കാം പക്ഷെ എഴുന്നേക്കാതിരിക്കരുത്. നമ്മൾ പല സാഹചര്യങ്ങൾ കൊണ്ട്, പല സിറ്റുവേഷൻസ് കൊണ്ട് നമ്മൾ വീണ് പോയേക്കാം. പക്ഷെ അവിടുന്നൊക്കെ എന്താണ്, വളരെ ഊർജ്ജസ്വലമായിട്ട്, വളരെ ആവേശത്തോടു കൂടി വീണ്ടും എഴുന്നേക്കാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും കാരണം പല സിറ്റുവേഷനിലും വീണ് പോയവരായിരിക്കാം ഞാനും നിങ്ങളും ഒക്കെ തന്നെ. പക്ഷേ നമ്മൾ ഒരിക്കലും അവിടുന്ന് എഴുന്നേക്കാതിരിക്കരുത്. എഴുന്നേക്കാതിരുന്നാൽ നമ്മൾ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് വിജയം കുറിക്കാനും ചരിത്രം നേടാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വീണ് പോകുന്ന സമയങ്ങളിൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നാളെ വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള MCQ ടൈപ്പിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. 2026 ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു മുഖമേ നമ്മുടെ ഉള്ളിലേക്കുള്ളൂ. ആരുടെ മുഖമാണ്? ഹർമൻ പ്രീത് കൗറിന്റെ മുഖമാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2026 ICC വനിതാ T20 ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ഹർമൻ പ്രീത് കൗറിനെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദ ടെയിൽ ഓഫ് കാഹോ ഏത് ജാപ്പനീസ് എഴുത്തുകാരന്റെ നോവലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ ടെയിൽ ഓഫ് കാഹോ എന്നത് ഏത് ജാപ്പനീസ് എഴുത്തുകാരന്റെ നോവലാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഹരുക്കി മുറാക്കാമിയുടെയാണ്. ആരുടെയാണ്? ഹരുക്കി മുറക്കാമിയുടെയാണ് ദ ടെയിൽ ഓഫ് കാഹോ എന്ന് പറയുന്ന നോവൽ. ഹരുക്കി മുറക്കാമിയുടെയാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. 49ാമത് കേരള ഫിലിം ക്രിട്ടിസൈസ് അവാർഡ് 2025 മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓൾറെഡി ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാരണം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പക്ഷെ അവിടെ നമ്മൾ ഒരാളെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. 2 നടിമാരുണ്ടായിരുന്നു. ഒരു നടീനെ പറ്റിയേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുള്ളൂ. ഒരു നടീനെ നമുക്ക് വിട്ടുപോയി. അതുകൊണ്ടാണ് ഇത് MCQവിന്റെ ഭാഗത്ത് ഒന്നുകൂടി കൊണ്ടുവന്നത്. 49ാമത് കേരള ഫിലിം ക്രിട്ടിസൈസ് അവാർഡ് 2025 മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓൾറെഡി കല്യാണി പ്രിയദർശനെ പറഞ്ഞു. കൂട്ടത്തിൽ ആരുമുണ്ട്? അനശ്വര രാജനുമുണ്ട് കേട്ടോ. കല്യാണി പ്രിയദർശനുമുണ്ട്, അതുപോലെ തന്നെ അനശ്വര രാജനുമുണ്ട്. 49ാമത് കേരള ഫിലിം ക്രിട്ടിസൈസ് അവാർഡ് 2025 മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ. അടുത്തതിലേക്ക് നമുക്ക് വരാം. ഗിഗ് തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ്. അത് നമ്മുടെ കർണാടകയാണ് കേട്ടോ. എവിടെയാണ്? കർണാടകയിലാണ് ഗിഗ് തൊഴിലാളികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നാം നമ്മളെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്നാണ്. അപ്പൊ ഇത് ഓർത്തു വെക്കാൻ ഒരു വഴിയുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരന്റെ പേരിന്റെ കൂടെ തന്നെ കൊള്ളയടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും അല്ലെ. പേരിന്റെ കൂടെ തന്നെ ഒരു കാറുണ്ട് കൊള്ളയടിക്കാൻ വേണ്ടി. ബിജു പ്രഭാകർ ആണ്. പ്രഭയുള്ളൊരു കാറുണ്ട് അല്ലെ കൊള്ളയടിക്കാൻ വേണ്ടി. പേരിന്റെ കൂടെ തന്നെ ഒരു പ്രഭയുള്ള കാറുണ്ട്. ബിജു പ്രഭാകർ ആണ് നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. ബെനൈ മെനേഷ വിഭാഗക്കാരെ ഇസ്രയേലിലേക്ക് എത്തിക്കുന്നതിനായി ഇസ്രയേൽ സർക്കാരിന്റെ ദൗത്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബെനൈ മെനേഷ വിഭാഗക്കാരെ ഇസ്രയേലിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഇസ്രയേൽ സർക്കാരിന്റെ ദൗത്യം ഏതാണെന്നാണ്. സോ ആ ദൗത്യത്തിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡോൺ എന്ന് പറയുന്നത്. എന്താണ്? ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡോൺ എന്ന് പറയുന്നതാണ് ആ ദൗത്യത്തിന്റെ പേര്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, MCQവിന്റെ ഭാഗത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? എന്താണ്? പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണെന്നാണ്. അത് പ്രസാറിന്റെ ആ പേര് പോലെ തന്നെ, പ്രസാർ ഭാരതിയുടെ പേര് പോലെ തന്നെ അതിനോട് സാമ്യമുള്ള പേരാണ്
പ്രസൂൺ ജോഷിയാണ്. ആരാണ്? പ്രസൂൺ ജോഷിയാണ് എന്ന് പഠിച്ചു വെച്ചേക്കണം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പ്രസൂൺ ജോഷിയാണ്. ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഫാക്റ്റുകളിലേക്ക് പോയാലോ? MCQ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി നമുക്ക് ഇന്നത്തെ ഫാക്റ്റുകളിലേക്ക് കടക്കാം. 2 ദിനങ്ങളെയും പ്രമേയങ്ങളെയും കുറിച്ചാണ് ഫാക്റ്റുകളുടെ ഭാഗത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയ് 1 പ്രത്യേകത എന്തായിരുന്നു? അധ്വാനിക്കുന്ന തൊഴിൽ വിഭാഗമാണ് അല്ലെ. നമുക്കറിയാം മെയ് 1 പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഡേ ആയിരുന്നു. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിരുന്നു മെയ് 1 എന്ന് പറയുന്നത്. 2026 പ്രമേയം പഠിച്ചു വെക്കണം. എന്താണ് 2026 പ്രമേയം? ആരോഗ്യകരമായ ഒരു മാനസിക സാമൂഹിക പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ടുള്ള മെയ് 1 2026 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യകരമായ ഒരു മാനസിക സാമൂഹിക പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ്. പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ദിനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മെയ് 3 പ്രത്യേകത എന്തായിരുന്നു? മെയ് 3 പ്രത്യേകത, അടുത്ത ദിനവും അതിന്റെ പ്രമേയത്തെയും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയ് 3 പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ് അല്ലെ. ലോക പത്രസ്വാതന്ത്ര്യ ദിനമാണ് എന്നു പറയുന്നത് മെയ് 3 എന്ന് പറയുന്നത്. ഈ മെയ് 3 പഠിച്ചു വെക്കാൻ വേണ്ടി ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഞാൻ നിന്നോട് പറയുന്ന കാര്യം മൂന്നാമതൊരാൾ അറിയരുത്. മൂന്നാമതൊരാൾ അറിഞ്ഞാൽ എന്താണ്? പത്രത്തിൽ കൊടുക്കുന്ന പോലെയാണ്. അപ്പൊ മെയ് 3 എന്തെന്ന് കണക്ട് ചെയ്യാൻ നമുക്ക്? പത്രസ്വാതന്ത്ര്യ ദിനം, ലോക പത്രസ്വാതന്ത്ര്യ ദിനം എന്ന് കണക്ട് ചെയ്യാം. വേൾഡ് പ്രസ് ഡേ ആണ് മെയ് 3 എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം, പക്ഷെ ഞാനും നീയും അല്ലാതെ ഇത് മൂന്നാമതൊരാൾ അറിയരുത്. മൂന്നാമതൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പിന്നെ പത്രത്തിൽ കൊടുത്ത പോലെയാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മെയ് 3 എന്താണ്? പത്രസ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നതാണ്. 2026 പ്രമേയം പഠിക്കണ്ടേ? പഠിക്കണം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്ന് പറയുന്നതാണ് 2026 പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ മെയ് 3 എന്താണ്? ലോക പത്രസ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നതാണ്. മെയ് 3 എന്ന് പറയുന്നത് 2026 പ്രമേയം സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്ന് പറയുന്നതാണ്. അപ്പൊ 2 ദിനങ്ങളും പ്രമേയങ്ങളും നമ്മൾ പഠിച്ചു. മെയ് 1 പ്രത്യേകത തൊഴിലാളി ദിനം, മെയ് 3 പ്രത്യേകത ലോക പത്രസ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോക പത്രസ്വാതന്ത്ര്യ ദിനത്തിലേക്ക് വന്നതുകൊണ്ടും ജനാധിപത്യത്തിന് 4ാമത്തെ തൂണെന്ന് പത്രങ്ങളെ വിശേഷിപ്പിക്കുന്നതുകൊണ്ടും മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത് കൊണ്ടും അടുത്തത് നമ്മൾ ഒരു ഇൻഡെക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഏത് ഇൻഡെക്സ് ആണ് എന്ന് ചോദിച്ചാൽ 2026 പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലേക്കാണ് നമ്മൾ വരുന്നത്. ലോക മാധ്യമ സ്വതന്ത്ര സൂചികയെ കുറിച്ചാണ് 2026 പുതിയ അപ്ഡേറ്റ് അനുസരിച്ചുള്ള ലോക മാധ്യമ സ്വതന്ത്ര സൂചികയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വരുന്നത്. ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ഇന്ത്യയുടെ സ്ഥാനമാണ്. 180 രാജ്യങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2026 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 157ാമത് പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പോൾ ലോക മാധ്യമ സ്വതന്ത്ര സൂചിക 2026 പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് 180 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 157 ആണ്. ഇത് 2025 151ാമത്തെ പൊസിഷനിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അവിടുന്ന് 6 സ്ഥാനങ്ങൾ ഇന്ത്യ പിന്നോട്ടേക്ക് ഇറങ്ങി. 2026 ആയപ്പോൾ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 157ലേക്ക് വന്നു. ഇവിടെ 1ാം സ്ഥാനത്തുള്ളത് നോർവേ ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നോർവേ തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നോർവേ ഞങ്ങൾ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നോർവേ ആണ് 1ാം സ്ഥാനം കരസ്ഥമാക്കി നിൽക്കുന്നത്. 2ാം സ്ഥാനത്തുള്ളത് നെതർലാൻഡ്സ് ആണ്. ഇനി അവസാനത്തെ പൊസിഷനിൽ 1ാം സ്ഥാനം നോർവേ ആണ്, 2ാം സ്ഥാനം നെതർലാൻഡ്സ് ആണ്. ഇനി അവസാനത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മാധ്യമങ്ങളൊന്നും ആ രാജ്യത്ത് അങ്ങ് എറിക്കുന്നില്ല. എറിത്രിയാണ് അവസാനത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. ആരാണ്? എറിത്രിയാണ് അവസാനത്തെ പൊസിഷനിൽ. എങ്ങനെ ഓർത്ത് വെക്കാം? നമുക്ക് കണക്ട് ചെയ്യണം, ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അവിടെ മാധ്യമങ്ങളൊന്നും എന്താണ് എറിക്കുന്നില്ല എന്ന് ഓർത്താൽ മതി. അപ്പൊ ആ കണ്ടന്റിലേക്ക് വന്നാൽ 2026 ലോക മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 157 ആണ്. എത്ര രാജ്യങ്ങളിൽ? 180 രാജ്യങ്ങളിൽ 157ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. കഴിഞ്ഞ 2025 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 151 ആണെങ്കിൽ അവിടുന്ന് 6 സ്ഥാനങ്ങളാണ് ഇന്ത്യ താഴത്തോട്ട് ഇറങ്ങിയത്. 2026 എത്തിയപ്പോൾ 157
57ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. ഒന്നാം സ്ഥാനത്ത് ഇവിടെ നോർവേ ആണ്, രണ്ടാം സ്ഥാനത്ത് നെതർലാൻഡ്സ് ആണ്, അവസാനമുള്ളത് എറിത്രിയാണ്. എറിക്കുന്നില്ല അങ്ങോട്ട്, മാധ്യമങ്ങളൊന്നും ആ രാജ്യത്ത് അങ്ങോട്ട് എറിക്കുന്നില്ല എന്ന് ഓർത്താൽ മതി, സംഭവം കിട്ടിക്കോളും. ഇനി ഫ്രഞ്ച് മാധ്യമ സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പുറത്തുവിടുന്ന ലോക മാധ്യമ സ്വതന്ത്ര സൂചിക എന്ന് പറയുന്നത് ആരാണ് പുറത്തുവിടുന്നത്? ഫ്രഞ്ച് മാധ്യമ സംഘടനയായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് ഈ ഒരു മാധ്യമ സ്വതന്ത്ര സൂചിക പുറത്തുവിടുന്നത് എന്നുകൂടി പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് സെറ്റായി. അടുത്തതും ഒരു സൂചികയിലേക്കാണ്. ഇനി അടുത്ത കണ്ടന്റും നമ്മളൊരു സൂചികയിലേക്കാണ് പോകുന്നത്. ഈ സൂചിക എന്താണെന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ 2023-24 പഞ്ചായത്ത് മുന്നേറ്റ സൂചികയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതാണ്? കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ 2023-24 പഞ്ചായത്ത് മുന്നേറ്റ സൂചികയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ മുന്നേറ്റ സൂചികയിൽ മികച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ത്രിപുരയാണ്. രണ്ടാം സ്ഥാനത്ത് നമുക്ക് കിട്ടും പെട്ടെന്ന്, ആരാണെന്നറിയാവോ? അത് നമ്മൾ തന്നെയാണ്, കേരളമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് ഒഡീഷയാണ്. അപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മുടെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? അത് നമ്മുടെ ത്രിപുരയാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ കേരളമാണ് ഇവിടെ രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് ആരാണ്? അത് ഒഡീഷയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആരാണ്? ഒഡീഷയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ടിലാണ് ത്രിപുരയ്ക്കും കേരളത്തിനും ഈ നേട്ടം സ്വന്തമായത്. പഠിച്ചു വെച്ചേക്കണം. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 പഞ്ചായത്ത് മുന്നേറ്റ സൂചികയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ മുന്നേറ്റ സൂചികയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് കേരളമാണ് നിൽക്കുന്നത്. മികച്ച പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണെന്ന് പറഞ്ഞു. ഇനി ഈ കേരളത്തില് പല മേഖലകളിലായിട്ട് മികച്ച പഞ്ചായത്തുകളായി മാറിയ ആ പഞ്ചായത്തുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണ്ടേ? കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചികയിൽ കേരളത്തിൽ വിവിധ മേഖലകളിലായി മുന്നേറ്റം കുറിച്ച് നിൽക്കുന്ന ആ പഞ്ചായത്തുകളിലേക്കാണ് നമ്മൾ വരുന്നത്. വിവിധ വിഭാഗങ്ങളിലായിട്ട് മുന്നേറ്റം കുറിച്ച പഞ്ചായത്തുകളാണ്. നമുക്കൊരു കോഡിട്ട് പഠിക്കാം. കേരളത്തിലെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെറുതന ആലപ്പുഴയാണ്. ആലപ്പുഴ ചെറുതല്ല എന്ന് ഓർത്താൽ മതി. എന്റെ നാട് കൂടിയാണ്. അപ്പൊ ഞങ്ങൾ ആലപ്പുഴക്കാരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേട്ടോ. കേരളത്തിലെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ചെറുതന പഞ്ചായത്ത് ആലപ്പുഴയാണ്. ആലപ്പുഴ ചെറുതല്ല. കേരളത്തിലെ മികച്ച പഞ്ചായത്താണ് ആലപ്പുഴയിലെ ചെറുതന എന്ന് പറയുന്നത്. ഇനി ആരോഗ്യ മേഖലയിൽ മികച്ചത് ഏതാണ്? നിരണം പത്തനംതിട്ടയാണ്. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? 10 തട്ട് കിട്ടിയാലും നിരണത്ത് മരണമില്ല എന്ന് ഓർത്താൽ മതിയല്ലോ. 10 തട്ട് കിട്ടിയാലും എന്താണ്? നിരണത്ത് മരണമില്ല. സോ ആരോഗ്യ മേഖലയിൽ മികച്ച പഞ്ചായത്ത് ഏതാണ്? നിരണം പത്തനംതിട്ടയാണ്. ഇനി ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റൂർ തിരുവനന്തപുരമാണ്. ഈ ഒറ്റൂരിന്റെ ഓ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ടൂർ എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേടാ? ശിശുക്കളെ സൗഹാർദ്ദമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താണ്? അവരെ ടൂർ കൊണ്ടുപോകണം അല്ലെ? അവരെ ടൂർ കൊണ്ടുപോയാൽ അവരിലെ സൗഹൃദമൊക്കെ വരും. അപ്പൊ ഒറ്റൂർ തിരുവനന്തപുരമാണെന്ന് കണക്ട് ചെയ്തൂലേ? ഒറ്റൂർ തിരുവനന്തപുരം ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. ഇനി ജലസുരക്ഷാ വിഭാഗത്തിൽ മികച്ചത്. ജലം നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തീരുമ്പോ നമുക്ക് എന്ത് കിട്ടണം? ജലം കിട്ടണം എന്ന് ഓർത്താൽ മതി. തീരുമ്പോ നമുക്ക് എന്ത് കിട്ടണം? ജലം കിട്ടണം. തിരുപ്പുറം തിരുവനന്തപുരമാണ് ജലസുരക്ഷാ വിഭാഗത്തിൽ മികച്ചത്. ജലസുരക്ഷാ വിഭാഗത്തിൽ മികച്ചത് ഏതാണ്? തിരുപ്പുറം തിരുവനന്തപുരമാണ്. തീരുമ്പോ നമുക്ക് എന്ത് കിട്ടണം? ജലം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ശുചിത്വം ഹരിത വിഭാഗത്തിൽ ഒന്നാമതുള്ളത് തൃത്താല പാലക്കാടാണ്. ഈ തൃത്താവിന്റെ ഇല എന്ന് പറയുന്നത് ഒരു ചെടിയുണ്ട്, തൃത്താവ് എന്ന് പറയുന്ന ചെടി. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ തൃത്താവ് എന്നാണ് പറയുന്നത്. അപ്പൊ ശുചിത്വം കൂട്ടാനും ഹരിതം മൊത്തത്തിലൊരു പച്ചപ്പിന് വേണ്ടി തൃത്താവ് കാട് പോലെ വളർത്തി എന്ന് ഓർത്താൽ മതി. തൃത്താല പാലക്കാടാണ്. അപ്പൊ ശുചിത്വത്തിനും ഹരിതത്തിനും വേണ്ടിയിട്ട് എന്താണ്? തൃത്താവ് കാട് പോലെ വളർത്തിയ പഞ്ചായത്തിനാണ് ശുചിത്വം ഹരിത വിഭാഗത്തിൽ ഒന്നാമതെത്തിയത്. തൃത്താല പാലക്കാടാണ്. ഇനി നല്ല ഭരണം ഗുഡ് ഗവേൺസ് അല്ലെങ്കിൽ സദ്ഭരണം ആർക്കാണ്? കുറുമാത്തൂർ കണ്ണൂരാണ്. അപ്പൊ നല്ല ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സദ്ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ കണ്ണും പൂട്ടി അണികൾ ഇപ്പൊ കണ്ട പോലെ കൂറുമാറും എന്നോർത്താ മതി. നല്ല ഭരണം അല്ലെങ്കിൽ സദ്ഭരണം എന്താണ്? കുറുമാത്തൂർ കണ്ണൂരാണ്. നല്ല ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ എന്താണ്? ഇപ്പൊ കണ്ട പോലെ കണ്ണും പൂട്ടി ആളുകളെ കൂറുമാറും എന്നോർത്ത കുറുമാത്തൂർ കണ്ണൂരാണ് നല്ല ഭരണത്തിൽ മുന്നിലുള്ള പഞ്ചായത്ത്. ഇനി വനിതാ സൗഹൃദം കൊട്ടുകൽ തിരുവനന്തപുരത്താണ് കേട്ടോ. കൊട്ടുകൽ തിരുവനന്തപുരം
തിരുവനന്തപുരത്താണ് വനിതാ സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാമതുള്ള പഞ്ചായത്ത് കടലുണ്ടി കോഴിക്കോടാണ്. അപ്പൊ കടയുണ്ട്, ഏത് കട? കോഴിക്കട. എന്തിന്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒന്നാമതെത്തിയ പഞ്ചായത്ത് കടലുണ്ടി കോഴിക്കോടാണ്. പഠിച്ചു വെച്ചേക്കാം. അടുത്തത് പശ്ചാത്തല സൗകര്യത്തിൽ സ്വയം പര്യാപ്തത മേലുകാവ് കോട്ടയമാണ്. പശ്ചാത്തല സൗകര്യത്തിൽ സ്വയം പര്യാപ്തത ഏതാണ്? മേലുകാവ് കോട്ടയമാണെങ്കിൽ സാമൂഹിക നീതി സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൽ തൃപ്പങ്ങോട്ടൂർ കണ്ണൂരാണ് കേട്ടോ. സാമൂഹ്യ നീതി സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൽ ഒന്നാമതുള്ളത് ആരാണ്? തൃപ്പങ്ങോട്ടൂർ കണ്ണൂരാണ് എന്നോർത്ത് വെച്ചേക്ക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മികച്ച പഞ്ചായത്ത്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ചത്, ശിശു സൗഹാർദ്ദ മേഖലയിൽ മികച്ചത്, ജലസുരക്ഷാ മേഖലയിൽ മികച്ച പഞ്ചായത്ത്, ശുചിത്വം അതുപോലെ തന്നെ ഹരിതം എന്നീ മേഖലയിൽ മികച്ച പഞ്ചായത്ത്, നല്ല ഭരണം കാഴ്ചവെച്ച മികച്ച പഞ്ചായത്ത്, അതുപോലെ തന്നെ വനിതാ സൗഹൃദം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പശ്ചാത്തല സൗകര്യങ്ങൾ, സാമൂഹ്യ നീതി എന്നിവയിലൊക്കെ കാഴ്ചവെച്ച മികച്ച പഞ്ചായത്തുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കണ്ടന്റിലേക്ക് നമുക്ക് പോകാം. അടുത്തത് 6 ഭൂഖണ്ഡങ്ങളിലെയും മലയാളിയായിട്ടുള്ള ഉരുക്ക് മനുഷ്യനിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതാണ് ആ നിൽക്കുന്ന ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത്. 6 ഭൂഖണ്ഡങ്ങളിലെയും ഉരുക്ക മനുഷ്യനായി മാറിയ മലയാളിയിലേക്കാണ് നമ്മൾ വരുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ പോർട്ട് എലിസബത്തിൽ 42.2 കിലോമീറ്റർ ഓടി ഈ മലയാളി എത്തിയത് ചരിത്ര നേട്ടത്തിലേക്കാണ്. 6 ഭൂഖണ്ഡങ്ങളിലെയും അയൺമാൻ ട്രാക്കത്തലോൺ മത്സരം വിജയിക്കുന്ന മലയാളി എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ്. അതായത് നമ്മുടെ ലോകം മുഴുവനുമുള്ള അത്ലറ്റുകൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു മത്സരമാണ് അയൺമാൻ ട്രയത്തോൺ എന്ന് പറയുന്ന ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. അതായത് രാജ്യത്ത് വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത്, എല്ലാ ഭൂഖണ്ഡങ്ങളിലും വിജയം കുറിച്ചിട്ടുള്ളത് അയൺമാൻ ട്രയത്തലോൺ എന്ന് പറയുന്ന ഈ ഒരു മത്സരത്തിൽ. അത്രയും കഠിനവും അതുപോലെ തന്നെ ശാരീരിക ക്ഷമതയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മാനസിക ക്ഷമതയും കൂടിയവർക്ക് മാത്രമാണ് ഈ മത്സരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ഈ മത്സരത്തിന്റെ പേര്? അയൺമാൻ ട്രയത്തലോൺ എന്ന് പറയുന്നതാണ് ഈ മത്സരത്തിന്റെ പേരെന്ന് പറയുന്നത്. അതായത് അത്രയും നിസ്സാരമായിട്ടുള്ള, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു മത്സരമല്ല, വളരെ കട്ടിപ്പെട്ട, വളരെ ശാരീരികമായിട്ടും അതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ക്ഷമത വേണ്ട ഒരു മത്സരമാണ്. അപ്പൊ ഈ മത്സരമാണ് 6 ഭൂഖണ്ഡങ്ങളിലും ഈ മത്സരം വിജയിച്ച മലയാളിയാണ് ഈ നിൽക്കുന്ന മലയാളി. ഇദ്ദേഹത്തിന്റെ പേരാണ് സുരേഷ് സാം ചാണ്ടി എന്ന് പറയുന്നത്. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണല്ലേ മലയാളി. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഞങ്ങൾ മലയാളി എന്ന് പറയുന്നത്. അപ്പൊ സുരേഷ് സാം ചാണ്ടിയാണ് 6 ഭൂഖണ്ഡങ്ങളിലും ഈ മത്സരം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി എന്താണ് അയൺമാൻ ട്രയത്തലോൺ മത്സരം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാലും ഇത്രേ ഉള്ളടാ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ മേലാത്തവരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഈ മത്സരത്തിന്റെ നിയമം എന്ന് പറയുന്നത്. അതായത് മത്സരാർത്ഥികൾ ആദ്യം ഒരു 3.8 കിലോമീറ്റർ കടലിലൂടെ നീന്തണം. എത്രയാണ്? 3.8 കിലോമീറ്റർ. ആദ്യം മത്സരാർത്ഥികൾ 3.8 കിലോമീറ്ററോളം കടലിലൂടെ നീന്തണം. പിന്നീട് 180.2 കിലോമീറ്റർ സൈക്കിളിൽ യാത്ര ചെയ്യണം. അത് കഴിഞ്ഞ് 42.2 കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കണം. ഇതെല്ലാം പൂർത്തിയാക്കേണ്ടത് 17 മണിക്കൂറിനുള്ളിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മത്സരത്തിൽ വിജയിക്കുന്നത്, ഈ മത്സരം പൂർത്തിയാകുന്നത്. അപ്പൊ ആദ്യം മത്സരാർത്ഥികൾ 3.8 കിലോമീറ്ററോളം എവിടെ നീന്തണം? കടലിൽ നീന്തണം. പിന്നീട് 180.2 കിലോമീറ്ററോളം സൈക്കിളിൽ യാത്ര ചെയ്യണം. 42.2 കിലോമീറ്ററോളം പിന്നീട് ഓടണം. ഇതെല്ലാം ചെയ്യേണ്ടത് എപ്പോഴാണ്? 17 മണിക്കൂറിനുള്ളിലാണ് ഇത് പൂർത്തിയാകേണ്ടത്. അപ്പോഴാണ് ഈ മത്സരത്തിൽ ജയിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിസാര ഗെയിം അല്ല, അത്രയും കട്ടിപ്പെട്ട ഒരു ഗെയിമാണ് അല്ലെ, അത്രയും കഠിനമായിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഒരു മത്സരം 2018 ഡെൻമാർക്കില് ഈ മലയാളി വിജയിച്ചു. നമ്മുടെ സുരേഷ് സാം ചാണ്ടി ഈ ഒരു മത്സരത്തിൽ ഡെൻമാർക്കിൽ നടന്ന നമ്മുടെ അയൺമാൻ ട്രയത്തലോൺ മത്സരത്തിൽ 2018 വിജയം കുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 2023 എവിടേക്കാണെന്നറിയോ? മലേഷ്യ, ഫ്ലോറിഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും വിജയം കുറിച്ച വ്യക്തിയാണ് നമ്മുടെ സുരേഷ് സാം ചാണ്ടി എന്ന് പറയുന്നത്. പിന്നീട് 2025 അദ്ദേഹം ബ്രസീലിലും അയൺമാൻ ട്രയത്തലോൺ വിജയിച്ചു. ഇപ്പൊ 2026 ആയപ്പോ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലും ഈ ഒരു മത്സരം വിജയിച്ചതോടുകൂടി 6 ഭൂഖണ്ഡങ്ങളിലെയും അയൺമാൻ ട്രയത്തലോൺ മത്സരം വിജയിക്കുന്ന
ഉരുക്ക് മനുഷ്യൻ അല്ലെ, 6 ഭൂഖണ്ഡങ്ങളിലെയും ഉരുക്ക് മനുഷ്യനായ മലയാളിയായിട്ട് ആര് മാറി? സുരേഷ് സാം ചാണ്ടി മാറിയിരിക്കുകയാണ്. അപ്പൊ 2018 ഡെൻമാർക്കിൽ ഈ ഒരു മത്സരം പൂർത്തിയാക്കി. പിന്നീട് 2023 മലേഷ്യയിലും ഫ്ലോറിഡയിലും ഓസ്ട്രേലിയയിലും ഈ മത്സരം പൂർത്തിയാക്കി. പിന്നീട് 2025 ബ്രസീലിലും, ഇപ്പതാ 2026 ദക്ഷിണാഫ്രിക്കയിലും ഈ ഒരു മത്സരം പൂർത്തിയാക്കിയതോടുകൂടി 6 ഭൂഖണ്ഡങ്ങളിലെയും അയൺമാൻ ട്രയത്തലോൺ മത്സരം പൂർത്തിയാക്കുന്ന മലയാളിയായിട്ട് ആര് മാറി? സുരേഷ് സാം ചാണ്ടി മാറിയിരിക്കുകയാണ്. അപ്പൊ പഠിച്ചു വെച്ചേക്കണം, 6 ഭൂഖണ്ഡങ്ങളിലെയും അയൺമാൻ ട്രാക്കത്തലോൺ മത്സരം വിജയിക്കുന്ന മലയാളി എന്ന ചരിത്ര നേട്ടം, അയൺമാൻ ട്രാക്കത്തലോൺ മത്സരം വിജയിക്കുന്ന മലയാളി എന്ന് പറയുന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? സുരേഷ് സാം ചാണ്ടിയാണ് എന്ന് ഓർത്തു വെച്ചേക്കണം. ലോകം മുഴുവനുമുള്ള അത്ലറ്റുകൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നതാണ് അയൺമാൻ ട്രാക്കത്തലോൺ മത്സരം എന്ന് പറയുന്നത്. ഇതിൽ വിരലിലെണ്ണാവുന്ന അത്ലറ്റുകൾ മാത്രമാണ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും വിജയിച്ചിട്ടുള്ളത്. ഇതുപോലെ 6 ഭൂഖണ്ഡങ്ങളിൽ വിജയിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സുരേഷ് സാം ചാണ്ടി എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും ഇത് നടത്തുന്നില്ല. കുറേയൊക്കെ രാജ്യങ്ങൾ അവരുടെ വർഷാവർഷം അവരുടെ ടെറിട്ടറിയിൽ ഈ ഒരു മത്സരം നടത്തുന്നുണ്ട്. സോ അതിൽ 6 ഭൂഖണ്ഡങ്ങളിലാണ് ആര് വിജയിച്ചിട്ടുള്ളത്? സുരേഷ് സാം ചാണ്ടി വിജയിച്ചിട്ടുള്ളത്. ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അവാർഡിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പരിസ്ഥിതി ലോകത്തെ ഗ്രീൻ ഓസ്കാർ എന്ന് പറയുന്ന അവാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. വിറ്റ്ലി അവാർഡ് എന്ന് പറയുന്ന പരിസ്ഥിതി ലോകത്തെ ഗ്രീൻ ഓസ്കാർ എന്ന് പറയുന്ന അവാർഡ് 2 ഇന്ത്യക്കാർക്ക് 2026 ഈ ഒരു അവാർഡ് 2 ഇന്ത്യക്കാർക്ക് കിട്ടിയ ആ 2 ഇന്ത്യക്കാരാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. 2026 വിറ്റ്ലി അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരെയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ വിറ്റ്ലി അവാർഡ് എങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്? പരിസ്ഥിതി ലോകത്തെ ഗ്രീൻ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു അവാർഡാണ് ഈ വിറ്റ്ലി അവാർഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇന്ത്യക്കാരിയെ നമുക്ക് നോക്കാം. ഇതാണ് പർവീൻ ഷെയ്ഖ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇന്ത്യക്കാരി ആരാണ്? പർവീൻ ഷെയ്ഖ് എന്ന് പറയുന്നതാണ്. എന്തിന്റെങ്കിലൊക്കെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടായിരിക്കണമല്ലോ ഇവർക്ക് ഈ അവാർഡ് കൊടുക്കുന്നത്. പർവീൻ ഷെയ്ഖിന്റെ ഏത് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ, അപൂർവ പക്ഷിയായിട്ടുള്ള ഇന്ത്യൻ സ്കിമ്മറിന്റെ സംരക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങളെ മാനിച്ചാണ് 2026 വിറ്റ്ലി അവാർഡ് ഇന്ത്യക്കാരിയായിട്ടുള്ള പർവീൻ ഷെയ്ഖിന് കൊടുത്തത്. ഇതാണ് ബർഖ സുബ്ബ എന്ന് പറയുന്നത്. 2ാമത്തെ ഇന്ത്യക്കാരിയാണ് ബർഖ സുബ്ബ. ഈ ഒരു അവാർഡ് ലഭിക്കുന്ന 2ാമത്തെ ഇന്ത്യക്കാരി. 2026 2 പേർക്കാണ്, 2 ഇന്ത്യക്കാർക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. ഒന്നാമത്തെ ആളെ നമ്മൾ പരിചയപ്പെട്ടു, പർവീൻ ഷെയ്ഖ് ആണ്. 2ാമത്തെ വ്യക്തിയാണ് ബർഖ സുബ്ബ എന്ന് പറയുന്നത്. ആരാണ് ബർഖ സുബ്ബ എന്ന് പറയുന്നത്? ബർഖ സുബ്ബയ്ക്ക് ഏത് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡാർജിലിംഗിലെ ഹിമാലയൻ സലാമാണ്ടറുകളുടെ സംരക്ഷണവും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയായ തണ്ണീർത്തടങ്ങളുടെ പുനരുജ്ജീവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബർഖ സുബ്ബയ്ക്ക് ഈ അവാർഡ് ലഭിച്ചത്. അപ്പൊ 2026 വിറ്റ്ലി അവാർഡ് എന്ന് പറയുന്നത് എന്താണ്? പരിസ്ഥിതി ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന, ഗ്രീൻ ഓസ്കാർ എന്ന് അറിയപ്പെടുന്ന അവാർഡാണ് വിറ്റ്ലി അവാർഡ് എന്ന് പറയുന്നത്. ഇത് 2026 ലഭിച്ച 2 ഇന്ത്യക്കാരാണ്, പർവീൻ ഷെയ്ഖും അതുപോലെ തന്നെ ബർഖ സുബ്ബ എന്നിവർക്കാണ്. പർവീൻ ഷെയ്ഖിന് ലഭിച്ചത് അപൂർവ പക്ഷിയായിട്ടുള്ള ഇന്ത്യൻ സ്കിമ്മറിന്റെ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പർവീൻ ഷെയ്ഖിന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബർഖ സുബ്ബയ്ക്ക് എന്തിനാണ് ലഭിച്ചത്? ഡാർജിലിംഗിലെ ഹിമാലയൻ സലാമാണ്ടറുകളുടെ സംരക്ഷണത്തിനും അവയുടെ ആവാസ വ്യവസ്ഥയായ തണ്ണീർത്തടങ്ങളുടെ പുനരുജ്ജീവനത്തിനുമുള്ള പ്രവർത്തനത്തിനാണ് ബർഖ സുബ്ബയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. പഠിച്ചു വെച്ചേക്കണം. എങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും? ഷെയ്ഖ് വിറ്റ് ബർക്കത്തായി എന്നോർത്താ മതി. എങ്ങനെയാണ്? ഷെയ്ഖ് വിറ്റ് ബർക്കത്തായി എന്നോർത്താ മതി. അപ്പൊ വിറ്റ്ലി അവാർഡ് ലഭിച്ച 2 ഇന്ത്യക്കാരാണ് പർവീൻ ഷെയ്ഖ്, അതുപോലെ തന്നെ എന്താണ്? ബർഖ സുബ്ബ. എങ്ങനെ പഠിച്ചു വെക്കാം? ഷെയ്ഖ് വിറ്റ് ബർക്കത്തായി അല്ലെ? ഷെയ്ഖ് വിറ്റ് ബർക്കത്തായി. ബർക്കത്തായി എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ മുസ്ലിംസിന്റെ ഭാഷയിൽ? ബർക്കത്തുള്ളവനാണ് എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ ബർക്കത്തുള്ള ആളാണെന്നൊക്കെ പറയുന്ന പോലെ ഷെയ്ഖ് വിറ്റ് ബർക്കത്തായി എന്ന് ഓർത്താ മതി. പർവീൻ ഷെയ്ഖ് അതുപോലെ തന്നെ ബർഖ സുബ്ബ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പരിസ്ഥിതി ലോകത്തെ ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന വിറ്റ്ലി അവാർഡ്. അങ്ങനെയാണെങ്കിൽ 2026 ഈ വർഷത്തെ വിറ്റ്ലി ഗോൾഡൻ അവാർഡ് ലഭിച്ച ഇന്തോനേഷ്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഫർവിസ ഫർഹാൻ ആണ്. ആർക്കാണ് ലഭിച്ചത്? ഫർവിസ ഫർഹാൻ ആണ് ലഭിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ച ഇന്തോനേഷ്യയിൽ നിന്നുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഫർവിസ ഫർഹാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർത്താ മതിയടാ. അദ്ദേഹം എന്താണ്? വിസ വിറ്റ് ഗോൾഡ് വാങ്ങി എന്നോർത്ത്. ഗോൾഡിനൊക്കെ ഭയങ്കര വിലയാണ് അല്ലെ? അപ്പൊ വിസ വിറ്റ് ഗോൾഡ് വാങ്ങി. ആര് വാങ്ങി? ഫർവിസ ഫർഹാൻ വാങ്ങി. എന്ത് വാങ്ങി? വിസ വിറ്റ് ഗോൾഡ് വാങ്ങി എന്നോർത്താ മതി.
കിട്ടിയോ? അപ്പൊ ഈ വർഷത്തെ വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ച ഇന്തോനേഷ്യക്കാരനാരാണ്? ഫർവിസ ഫർഹാൻ ആണ്. പുള്ളിയുടെ പേരിന്റെ കൂടെ തന്നെ ഒരു വിസയുണ്ട്. ഈ വിസ വിറ്റിട്ട് പുള്ളി എന്ത് വാങ്ങി? ഗോൾഡ് വാങ്ങി. വിറ്റ്ലി ഗോൾഡ് അവാർഡ് നേടി ഇന്തോനേഷ്യക്കാരനാണ് ഫർവിസ ഫർഹാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്തതിലേക്ക് നമ്മൾ എത്തി. രാജ്യത്തെ ആദ്യത്തെ വർണ്ണ നാണയമാണ് നിങ്ങൾ ഈ കാണുന്ന വർണ്ണ നാണയം എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ എന്താണ്? വർണ്ണ നാണയമാണ്. ഈ ഒരു ചിത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കടാ, നിങ്ങൾക്ക് ആവശ്യം വരും. അടുത്ത ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിന്റെ ആൻസർ വരണം. ഇത് ഏത് ട്രെയിൻ ആണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. രാജ്യത്തെ ആദ്യത്തെ വർണ്ണ നാണയമാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ വെള്ളി നാണയത്തിൽ ആലേഖനം ചെയ്ത ചിത്രം ഏത് ട്രെയിനിന്റെ ചിത്രമാണ്? നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ട്രെയിൻ ആണ്. മനസ്സിലേക്ക് ഉത്തരം വരണം. ഏത് ട്രെയിൻ ആണ്? അതെ, വന്ദേ ഭാരത് ട്രെയിൻ ആണ് അല്ലെ. രാജ്യത്തെ ആദ്യത്തെ വർണ്ണ നാണയം പുറത്തിറക്കി ഇന്ത്യൻ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വെള്ളി നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഏത് ട്രെയിൻ ആണെന്ന് ചോദിച്ചാൽ ഏത് ട്രെയിൻ ആണ്? അത് വന്ദേ ഭാരത് ട്രെയിൻ ആണ് അല്ലെ. നമുക്കറിയാം വന്ദേ ഭാരത് ട്രെയിൻ ആണ്. ക്ലിയർ ആണല്ലോ ഈ കണ്ടന്റ്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമ്മൾ ഏഷ്യൻ കാട്ടുപോത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഏഷ്യാറ്റിക് വൈൽഡ് വാട്ടർ ബഫലോസിലേക്കാണ് നമ്മൾ വരുന്നത്. പേടിക്കണ്ട, കുത്തത്തില്ല, പാവം കാട്ടുപോത്തുകളാണ് കേട്ടോ, ഏഷ്യൻ കാട്ടുപോത്തുകളാണ്. ഈ ഏഷ്യൻ കാട്ടുപോത്തുകൾ മധ്യപ്രദേശിൽ നിന്ന് ഏകദേശം 1 നൂറ്റാണ്ടിന് മുമ്പ് വംശനാശം സംഭവിച്ചവയാണ് ഈ ഏഷ്യൻ കാട്ടുപോത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മധ്യപ്രദേശിൽ നിന്ന് 1 നൂറ്റാണ്ട് മുമ്പ് ഇവയ്ക്ക് എന്താണ്? വംശനാശം സംഭവിച്ചു. അവിടുന്ന് 1 നൂറ്റാണ്ടിന് ശേഷം മധ്യപ്രദേശിലെ ഒരു നാഷണൽ പാർക്കിലേക്ക് ഈ കാട്ടുപോത്തുകളെ മധ്യപ്രദേശിൽ നിന്ന് വംശനാശം സംഭവിച്ച ഈ കാട്ടുപോത്തുകളെ പുനരധിവസിപ്പിക്കാൻ പോവുകയാണ്. ഏത് നാഷണൽ പാർക്ക് ആണെന്ന് ചോദിച്ചാൽ അത് കൻഹ നാഷണൽ പാർക്കാണ്. എവിടെയാണ്? മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്കിലേക്കാണ് 1 നൂറ്റാണ്ടിനു ശേഷം ഏഷ്യൻ കാട്ടുപോത്തുകളെ അടുത്തിടെ വിജയകരമായി പുനരധിവസിപ്പിച്ച ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അപ്പൊ മധ്യപ്രദേശിൽ നിന്ന് ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പ് വംശനാശം സംഭവിച്ചവയാണ് ഈ ഏഷ്യൻ കാട്ടുപോത്തുകൾ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് വൈൽഡ് വാട്ടർ ബഫലോസ് എന്ന് പറയുന്നത്. ഇവയെ എന്താണ്? 1 നൂറ്റാണ്ടിന് ശേഷം വീണ്ടും മധ്യപ്രദേശിലെ ഒരു ദേശീയ ഉദ്യാനത്തിലേക്ക് പുനരധിവസിപ്പിച്ചിരിക്കുകയാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൻഹ നാഷണൽ പാർക്കിലേക്കാണ്. എവിടെയാണ്? കൻഹ നാഷണൽ പാർക്കിലേക്കാണ്. ഇവയെ കൊണ്ടുവന്നത് ഏത് നാഷണൽ പാർക്കിൽ നിന്നാണെന്നറിയോ? നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനൊരു ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട നാഷണൽ പാർക്കാണ് ഈ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഇവയെ കൊണ്ടുവന്നത്. അതായത് ആസാമിലെ കാസിരംഗൻ നാഷണൽ പാർക്ക് അല്ലെ. ഇവയെ കൊണ്ടുവന്നത് ഏത് നാഷണൽ പാർക്കിൽ നിന്നാണ്? ആസാമിലെ കാസിരംഗൻ നാഷണൽ പാർക്കിൽ നിന്നാണ് ഇവയെ കൻഹ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുവന്നത്. മധ്യപ്രദേശിൽ വംശനാശം സംഭവിച്ച കാട്ടുപോത്തുകളാണ്. 1 നൂറ്റാണ്ടിന് ശേഷം അവയെ വീണ്ടും എന്താണ്? ആ ഒരു ദേശീയോദ്യാനത്തിൽ പുനരധിവസിപ്പിച്ചിരിക്കുകയാണ്. എവിടെയാണ്? കൻഹ ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ് കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് വരാം. അടുത്തത് പഠിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തിയിലേക്കാണ്. രോഹിത് ജെയിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആരെ കുറിച്ചാണ്? രോഹിത് ജെയിനെ കുറിച്ചാണ്. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് ആരാണ്? രോഹിത് ജെയിൻ ആണ്. എത്ര വർഷത്തേക്കാണ് കാലാവധി? 3 വർഷത്തേക്കാണ് കാലാവധി എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിന്റെ നിലവിലത്തെ ഗവർണർ ആരാണ്? അത് സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് രോഹിത് ജെയിൻ ആണ് എന്ന് ഓർത്തു വെച്ചേക്കാം. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്നും പഠിച്ചു വെച്ചേക്കാം. ഇനി ലാസ്റ്റ് കണ്ടന്റിലേക്ക് വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ആയിട്ട് മാറിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് സിക്കിമിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, മിസ്സേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ കുറച്ചു നാൾക്ക് മുന്നേ അല്ലേ പഠിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിതമായ ജുഡീഷ്യറി എന്ന് പറയുന്നത് വയനാടാണെന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അതേടാ, കൽപ്പറ്റയിലാണ് ആദ്യമായിട്ട് കടലാസ് രഹിതമായിട്ടുള്ള കോടതിയാണത്. അതായത് ഇവിടെ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ സിക്കിമിൽ എന്ന് പറയുമ്പോൾ അവരുടെ ഹൈക്കോടതിയും മറ്റു കോടതികളൊക്കെ എന്താണ്? കടലാസ് രഹിതമായി. പക്ഷെ വയനാട്ടിൽ എന്ന് പറയുമ്പോൾ കൽപ്പറ്റ എന്ന കോടതിയിലാണ് സമ്പൂർണ്ണമായിട്ടുള്ള കടലാസ് രഹിതമായ കോടതിയായിട്ട് മാറിയത്. അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യമായും പൂർണ്ണമായും കടലാസ് രഹിതമായ കോടതി എന്നാണെങ്കിൽ അത് വയനാട്ടിലെ കൽപ്പറ്റയാണ്. പക്ഷെ അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിതമായ സംസ്ഥാന ജുഡീഷ്യറി ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമാണ്. സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്ത് അവരുടെ ഹൈക്കോടതിയും അതുപോലെ തന്നെ മറ്റു കോടതികളും ഒക്കെ എന്താണ്? കടലാസ് രഹിതമായി മാറി. അപ്പൊ സംസ്ഥാന ജുഡീഷ്യറി കടലാസ് രഹിതമായിട്ട് മാറിയ സംസ്ഥാന ജുഡീഷ്യറി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ജുഡീഷ്യറി ഏതാണെന്ന് ചോദിച്ചാൽ അത്
സിക്കിമാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ആ ഡിഫറൻസ് മനസ്സിലാക്കുക കേട്ടോ. സിക്കിമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഈ പ്രഖ്യാപനം നടത്തിയത്. സിക്കിമിന്റെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആണ് സിക്കിമിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്? സൂര്യകാന്ത് ആണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. സിക്കിമിന്റെ ചീഫ് ജസ്റ്റിസ് ആരാണ്? മുഹമ്മദ് മുഷ്താഖ് ആണ് സിക്കിമിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി മാറിയത് സിക്കിമാണ് എന്ന് ഓർത്താൽ മതി. ഓക്കെ ആണ്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആവാഹനത്തിലേക്ക് പോകാം. ഇത്രയും കണ്ടന്റ് നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. കോഡും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ രസകരമായിട്ട് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവാഹനത്തിലേക്ക് പോകാം. നമുക്ക് ഇപ്പൊ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി പെട്ടെന്നൊന്ന് ആവാഹിക്കാം. ദേ നോക്കിക്കോ, ലേബർ ഇന്റർനാഷണൽ ലേബർ ഡേയിലേക്കാണ് ആദ്യം നമ്മൾ വന്നത്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എന്നാണ്? മെയ് 1-ാം തീയതിയാണ്. 2026 പ്രമേയം ആരോഗ്യകരമായ ഒരു മാനസിക സാമൂഹ്യ പ്രവർത്തന അന്തരീക്ഷം ഉറപ്പാക്കുക എന്ന് പറയുന്നതാണ്. ഇനി പ്രസ് ഫ്രീഡം ഡേ എന്ന് പറയുന്നത് മെയ് 3 എന്താണ്? വേൾഡ് പ്രസ് ഫ്രീഡം ഡേ എന്ന് പറയുന്നതാണ്. ഞാനും നീയും അല്ലാതെ മൂന്നാമതൊരാൾ ഇത് അറിയരുത്. മൂന്നാമതൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പത്രത്തിൽ കൊടുക്കുന്ന പോലെയാണ് അല്ലെ. സമാധാനത്തിന്റെ എന്താണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്? സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഇൻഡെക്സിലേക്കാണ് വന്നത്. മാധ്യമ സ്വതന്ത്ര സൂചികയിലേക്കാണ് അല്ലെ. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 157 ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. 180 രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് നോർവേ ആണ്, 2-ാം സ്ഥാനത്ത് നെതർലാൻഡ്സ് ആണ്, അവസാനത്തെ സ്ഥാനത്തുള്ളത് എറിത്രിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് മികച്ച പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ മുന്നിലുള്ളത് ആരാണ്? ത്രിപുരയാണെന്ന് നമ്മൾ പറഞ്ഞു. പഞ്ചായത്ത് രാജ് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട പഞ്ചായത്ത് മുന്നേറ്റ സൂചിക പ്രകാരമാണ് മികച്ച പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ത്രിപുരയാണ്, 2-ാം സ്ഥാനത്തുള്ളത് നമ്മുടെ കേരളമാണ്, ഇനി 3-ാം സ്ഥാനത്ത് ഒഡീഷയാണ് അല്ലെ. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സിലെ റിപ്പോർട്ടിലാണ് ത്രിപുരയ്ക്കും കേരളത്തിനും ഈ നേട്ടം സ്വന്തമായത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പഞ്ചായത്ത് മുന്നേറ്റ സൂചികയിൽ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് മുന്നേറ്റ സൂചികയിൽ കേരളത്തിൽ വിവിധ മേഖലകളിലായി മുന്നേറ്റം കുറിച്ച പഞ്ചായത്തുകളിലേക്കാണ് നമ്മൾ പഠിച്ചത്. മികച്ച പഞ്ചായത്ത് ചെറുതനയാണ്, ആരോഗ്യ മേഖലയിൽ മികച്ചത് നിരണമാണ്, ശിശു സൗഹാർദ്ദം ഒറ്റൂരാണ്, ജനസുരക്ഷ തിരുപ്പുറമാണ്, അതുപോലെ തന്നെ എന്താണ് ശുചിത്വം, ഹരിതം എന്നിവ തൃത്താലയാണ്, നല്ല ഭരണം കുറുമാത്തൂറാണ്, വനിതാ സൗഹൃദം കൊട്ടുകൽ ആണ്, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കടലുണ്ടിയാണ്, അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിൽ സ്വയം പര്യാപ്തതയായത് മേലുകാവാണ്, സാമൂഹ്യനീതി സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൽ തൃപ്പങ്ങോട്ടൂറാണ് എന്നും ഓർത്തു വെച്ചേക്കുക. അത് കഴിഞ്ഞ 6 ഭൂഖണ്ഡങ്ങളും കീഴടക്കിയ ഉരുക്കു മനുഷ്യനിലേക്കാണ് നമ്മൾ വന്നത്. 6 ഭൂഖണ്ഡങ്ങളിലെയും അയൺമാൻ ട്രയത്തലോൺ മത്സരം കീഴടക്കിയിട്ടുള്ള മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? സുരേഷ് സാം ചാണ്ടിയാണ് എന്ന് നമ്മൾ പഠിച്ചു. 6 ഭൂഖണ്ഡങ്ങളിലെയും അവസാനമായിട്ട് ദക്ഷിണാഫ്രിക്കയിലെ പോർട്ട് എലിസബത്തില് 42.2 കിലോമീറ്റർ ഓടിയെത്തിയതാണ് അദ്ദേഹം. ചരിത്രം സൃഷ്ടിച്ച 6 ഭൂഖണ്ഡങ്ങളിലെയും എന്താണ് അയൺമാൻ ട്രയത്തലോൺ മത്സരം പൂർത്തിയാക്കുന്ന മലയാളി എന്ന് പറയുന്ന ചരിത്ര നേട്ടത്തിലേക്ക് സുരേഷ് സാം ചാണ്ടി വന്നെടുത്തത്. അടുത്തതിലേക്ക് നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു അവാർഡിലേക്കാണ് നമ്മൾ പഠിച്ചത്. പരിസ്ഥിതി മേഖലയിലെ ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ്, വിറ്റ്ലി അവാർഡാണ്. ഇത് നേടിയ 2 ഇന്ത്യക്കാരാണ്, പർവീൻ ഷെയ്ഖും അതുപോലെ തന്നെ ബർക്ക സുബ എന്നിവരാണ്. ഈ അവാർഡിന്റെ ഈ ഒരു വിറ്റ്ലി ഗോൾഡ് അവാർഡ് നേടുന്ന ഇന്തോനേഷ്യക്കാരനാണ് ഫർവിസ ഫർഹാൻ എന്നും നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് രാജ്യത്തെ ആദ്യത്തെ വർണ്ണ നാണയത്തിലേക്കാണ് നമ്മൾ വന്നത്. ഇന്ത്യയിലെ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ വെള്ളി നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് വന്ദേ ഭാരത് ട്രെയിനിന്റെ ചിത്രമാണ്. രാജ്യത്തെ ആദ്യത്തെ വർണ്ണ നാണയമാണ് ഇങ്ങനെ പുറത്തിറക്കിയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ വാട്ടർ ബഫലോസ് അല്ലെ, നമ്മുടെ എന്താണ് ഏഷ്യാറ്റിക് വൈൽഡ് വാട്ടർ ബഫലോസിലേക്കാണ് നമ്മൾ വന്നത്. ഏഷ്യൻ കാട്ടുപോത്തിലേക്കാണ്. 1 നൂറ്റാണ്ടിന് ശേഷം വീണ്ടും പുനരധിവസിപ്പിച്ചത്. മധ്യപ്രദേശിലെ ഏത് നാഷണൽ പാർക്കിലാണ് ഇവയെ പുനരധിവസിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കൻഹ നാഷണൽ പാർക്കിലാണ്. മധ്യപ്രദേശിൽ നിന്ന് ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പ് വംശനാശം സംഭവിച്ചവയാണ് ഏഷ്യൻ കാട്ടുപോത്തുകൾ എന്ന് പറയുന്നത്. ഈ 1 നൂറ്റാണ്ടിനു ശേഷം എന്താണ് ഈ ഏഷ്യൻ കാട്ടുപോത്തുകളെ വീണ്ടും എന്താണ് പുനരധിവസിപ്പിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഒരു ദേശീയ ഉദ്യാനത്തിൽ. അത് കൻഹ നാഷണൽ പാർക്കിലേക്കാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. ഇവയെ കൊണ്ടുവന്നത് ഏത് നാഷണൽ പാർക്കിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ആസാമിലെ കാസിരംഗൻ നാഷണൽ പാർക്കിൽ നിന്നാണ് ഇവരെ കൊണ്ടുവന്നത് എന്ന് ഓർത്ത് വെച്ചേക്കാം.
ഇനി അതുപോലെ തന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആരാണെന്നാണ്. അത് രോഹിത് ജെയിൻ ആണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്നത്. 3 വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ കാലാവധി. റിസർവ് ബാങ്കിന്റെ നിലവിലത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് സഞ്ജയ് മൽഹോത്രയാണ്. അത് കഴിഞ്ഞ് അവസാനത്തെ കണ്ടന്റ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യറി ആയിട്ട് മാറിയത് ഏതാണെന്നാണ്. അത് സിക്കിമാണ്. സിക്കിമിനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ആണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. സിക്കിമിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആണ്. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് എന്ത് പ്രഖ്യാപനമാണ് നടത്തിയത്? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത ജുഡീഷ്യറി ആയിട്ട് മാറിയത് സിക്കിമാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെയാണ്, ക്ലിയർ ആണ്. ഇന്നത്തെ കണ്ടന്റും കറണ്ട് അഫേഴ്സും ഓക്കെ ആയിരുന്നു, ക്ലിയർ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ലൈവ് കട്ടായി പോയത്. എന്നാലും ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഇതാ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് എന്തായാലും റെക്കോർഡ് തന്നെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ തന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കൈലാഷ് സത്യാർത്ഥി 2026 ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് അർഹനായത് ആരാണെന്നാണ്. അത് കൈലാഷ് സത്യാർത്ഥിയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് ചെയ്തു. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇന്ന് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. 2026 ഏപ്രിലിൽ ഗൂഗിളിന്റെ ഇന്ത്യ AI ഹബിന് തറക്കല്ലിട്ടത് എവിടെയാണെന്ന് നിങ്ങൾ US പുറത്ത് ഗൂഗിൾ നടത്തുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ. അപ്പൊ അത് എവിടെയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെടാ, VFA ബാച്ച്, നമ്മുടെ അമൽ സാറിന്റെ നേതൃത്വത്തിൽ പോകുന്ന VFA ബാച്ച്, VFA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിന് ഒന്നുകൂടി ഊർജ്ജം പകരാൻ വേണ്ടിയിട്ട് ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ക്ലാസ്സും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് ആ എക്സാമിന്റെ രീതികളെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് നിങ്ങളെ ഒരു ബാച്ചിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സൂപ്പർ നോട്ട്സിന്റെ ബാച്ചാണ് VFA ബാച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് റാങ്ക് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും കൃത്യമായിട്ടുള്ള PDF മെറ്റീരിയലും കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാച്ചാണ് VFAയുടെ ബാച്ച് എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന 8281223366 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക, ആക്റ്റീവായിട്ട് ഇരിക്കുക. നമുക്ക് അടുത്ത ലൈവുമായിട്ട് നാളെ ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നാളെ എല്ലാ പ്രശ്നവും പരിഹരിച്ചുകൊണ്ട് നാളെ നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ദിവസം പോലും എന്നെ കൊണ്ട് കഴിയാവുന്നിടത്തോളം ഒരു ദിവസം പോലും എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാതെ വന്നാലേ ഞാൻ ക്ലാസ് എടുക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് നടന്നില്ലെങ്കിലും റെക്കോർഡെങ്കിലും ഞാൻ തന്നിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.